ഇന്ത്യ രാജ്യത്ത് എന്ത് വിഷയവും ഒറ്റത്തവണയെ യേശുവെന്ന് മോദിയും ഷായും മനസ്സിലാക്കിയെന്ന് വേണം കരുതാൻ. രണ്ടാം നിര നേതാക്കളുടെ അഭാവവും ബി.ജെ.പിക്ക് തിരിച്ചടിയായേക്കാം. 400 സീറ്റ് എന്നത് ആദ്യ 102 മണ്ഡലത്തിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ മോദിക്ക് തോൽവി വ്യക്തമായി. കാര്യങ്ങൾ പഴയതുപോലെ എളുപ്പമല്ല എന്ന തിരിച്ചറിവ് സാക്ഷാൽ നരേന്ദ്രമോദിക്കും അമിത് ഷാക്കും അവരുടെ സ്പോൺസർമാരായ RSSനും ബോധ്യപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്ത് എന്ത് വിഷയവും ഒരു തവണയേ യേശുകയുള്ളൂ എന്നതും ഇവർ ഭംഗിയായി മനസ്സിലാക്കിയിരിക്കുന്നു. വെറുപ്പ് പ്രചരിപ്പിച്ചും വർഗീയത പച്ചയ്ക്ക് പറഞ്ഞും ജനങ്ങളുടെ മനസ്സിൽ വിദ്വേഷം പടർത്തിയും പള്ളിയും അമ്പലവും വിഷയമാക്കി അയൽരാജ്യങ്ങളുടെ പേരുകൾ പറഞ്ഞു പേടിപ്പിച്ചുമൊക്കെ നേടിയത് ഇനിയിപ്പോൾ നടക്കില്ല എന്നുള്ള ബോധം നേതാക്കളിൽ ഉടലെടുത്തിരിക്കുന്നു. ബാലികേറാമലയായ തൃശൂർ സീറ്റിനായി മോദി 2-3 തവണ തൃശൂരിലെത്തിയപ്പോഴും ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത പത്തനംതിട്ടയിലും പാലക്കാട്ടും ആറ്റിങ്ങലും പര്യടനം നടത്തിയപ്പോഴും ഒട്ടും പ്രതീക്ഷകളില്ലാത്ത തമിഴ്നാട്ടിൽ 10ഓളം തവണ കയറിയിറങ്ങിയപ്പോഴും അദ്ദേഹം അറിഞ്ഞില്ല രാജസ്ഥാൻ സംസ്ഥാനത്തെ രജപുത്ര കലാപം. ബി.ജെ.പിയുടെ ഒരു മന്ത്രി പൊട്ടിച്ച വെടിയിൽ 14% വരുന്ന രജപുത്ര വിഭാഗം ബി.ജെ.പിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഗുജറാത്തിൽ അവർ 5%ഓളം വരും. അതിർത്തി പങ്കിടുന്ന യു.പിയിലും ഏകദേശം 10% വരുന്ന രജപുത്രർ ബ്രിട്ടീഷുകാർക്ക് ഭക്ഷണത്തിനു വേണ്ടി പെൺകുട്ടികളെ വെള്ളക്കാരന് സമ്മാനിച്ചു എന്ന അർത്ഥം വരുന്ന വാക്കുകൾ പറഞ്ഞപ്പോൾ ആ വിഷയം കോംപ്രമൈസ് ചെയ്യുവാൻ നേതൃത്വത്തിനായില്ല. ഉത്തർപ്രദേശിലെ ഘാസിയാബാദിൽ നിന്നും 2014 5,65,000 വോട്ടിന് ഭൂരിപക്ഷത്തിലും 2019 5,01,500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലും ജയിച്ചു കയറിയ ജനറൽ വി.കെ. സിംഗിന് ഇത്തവണ സീറ്റ് കൊടുക്കാത്തത് വളരെയധികം അമർഷം അദ്ദേഹത്തിന്റെ വിഭാഗമായ രജപുത്രരിൽ അവമതിപ്പുണ്ടാക്കി. ഇനി ജയിച്ചു വരുന്ന എല്ലാവരും തങ്ങളുടെ അടിമകളായിരിക്കണമെന്നുള്ള അജണ്ടകൾ മോഡി പാസാക്കിയപ്പോൾ പല ജാതി വിഭാഗങ്ങളും ബി.ജെ.പിയിൽ നിന്നും അകന്നുപോയത് ഒരു ഗോദി മീഡിയയിലും ജനങ്ങളിൽ എത്തിച്ചിട്ടില്ല. ബീഹാറിൽ അധ്യാപകരും സർക്കാർ ജീവനക്കാരും എൻ.ഡി.എക്കെതിരെ നടത്തിയ മഹാറാലിയും ഹരിയാന, പഞ്ചാബ്, ഡൽഹി എന്നിവിടങ്ങളിലെ കർഷകർ നടത്തിവരുന്ന പ്രക്ഷോഭങ്ങളും ജനങ്ങളിൽ എത്തിക്കുവാൻ സോഷ്യൽ മീഡിയയോ വാട്സാപ്പോ ചാനലുകളോ കൂട്ടാക്കുന്നില്ല എന്നതും കഷ്ടമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുള്ളിലെ കാരണവന്മാർ നടത്തിയ നിസ്സഹകരണവും ഒറ്റുകളും ചതികളും ഇത്തവണ ഏറെക്കുറെ പരിഹരിക്കുവാനായതും വിഘടിച്ചു നിന്നിരുന്ന ന്യൂനപക്ഷ ദളിത് വോട്ടുകളിൽ വന്ന ഏകോപനവും പ്രാദേശിക കക്ഷികളുമായുള്ള ബന്ധങ്ങളും ഏറെക്കുറെ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകുന്ന സാഹചര്യമാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ബി.ജെ.പിക്ക് വേണ്ടി ഓടി നടക്കുവാൻ രണ്ടാം നിരയിലും മൂന്നാം നിരയിലും പ്രഭാവമുള്ള നേതാക്കൾ ഇല്ലാത്തതും പല സീറ്റുകളിലും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയില്ലാതില്ല. 10 കൊല്ലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് 2014 നേരിട്ട അതേ പ്രശ്നങ്ങൾ ഇത്തവണ എൻ.ഡി.എ നേരിടുമ്പോൾ 2004 അനുഭവമാണോ ഇന്ത്യ മുന്നണി പരീക്ഷിക്കുന്നത്? പ്രാദേശിക പാർട്ടികളുടെ നേതാക്കന്മാരിൽ കാണുന്ന ആവേശം തമിഴ്നാട്ടിലെ സ്റ്റാലിനും യു.പിയിലെ അഖിലേഷും തേജസ്വിയും മമതയും ഇത്തവണ ജീവൻ മരണ പോരാട്ടമാണ് കാഴ്ചവെക്കുന്നത്. എങ്ങനെ തിരിച്ചും മറിച്ചും വിലയിരുത്തിയാലും ബി.ജെ.പിക്ക് 400 സീറ്റ് എന്നത് ഒരു മിഥ്യയായി അവശേഷിക്കുന്നു. ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ കയറുന്നതെങ്കിൽ മമതാ ബാനർജിയെ ആദ്യഘട്ടത്തിൽ പ്രധാനമന്ത്രിയാക്കി സ്റ്റാലിനെയോ അഖിലേഷിനെയോ ആഭ്യന്തരമന്ത്രിയാക്കി ഒരു കളി കളിച്ചാൽ കോൺഗ്രസ് മുക്തഭാരതമെന്ന RSS അജണ്ട എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ സാധിക്കും. യാതൊരു തരത്തിലും കോംപ്രമൈസ് കളിക്കാതെ തൽക്കാലം ഗാന്ധിജി ഹരിചന്ദ്രൻ കളികൾ കോൺഗ്രസ് മാറ്റിവെച്ചുകൊണ്ട് മോദിയും അമിത് ഷായും കാണിച്ചു തന്ന അതേ വഴിയിലൂടെ സഞ്ചരിച്ചാൽ ഇനിയും നമുക്ക് യഥാർത്ഥ മതേതരത്വ ഇന്ത്യയെ വാർത്തെടുക്കാൻ പറ്റുകയുള്ളൂ.